ഇന്നിതാ വെറുതെ ഇങ്ങനെ ഇരിക്കുക കേട്ടാ. അപ്പം പെട്ടെന്ന് എനിക്ക് തോന്നി എന്തോ ഒരു വ്ളോഗ് എന്താ തുടങ്ങിയാലെന്ന്. അപ്പോൾ ചെമ്മിനൊക്കെ വിരിക്കാനും വരാനൊക്കെ പോയിട്ട് നല്ല കോലത്തിലാണ്. കോലമൊന്നും നോക്കുന്നില്ല. പക്ഷേ ഇന്ന് എന്തായാലും ഇതാ പെരുന്നാളാണല്ലോ. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ പെരുന്നാൾ ആശംസകൾ. നാളെയോ മറ്റന്നാളോ വീഡിയോ വരുന്നപ്പോഴാണെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും പെരുന്നാൾ ആശംസകൾ ഹൃദയത്തിൽ തട്ടി ഹൃദയം നിറഞ്ഞ് സന്തോഷത്തോടുകൂടി പറയാൻ കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നെ പെരുന്നാളൊക്കെ എല്ലാവരും ഇപ്പോൾ ആഘോഷിക്കുകയാണ്. അപ്പോൾ ഞാനും ഇങ്ങനെ ഇതാ കുത്തി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. വേറെ ഒന്നല്ല, നമ്മളിതാ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നൊക്കെ നമുക്കിതാ അയ്യോ വേറെ അയ്യപ്പേ ഷർട്ട് ഇടാണ്ട് പോയിക്കോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവയപ്പം വന്നപ്പോൾ ഒന്ന് കട്ടാക്കി കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിങ്ങനെ കുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് എന്തായാലും ചോറ് വെക്കണ്ട, അത് തന്നെ മെയിൻ ഞാൻ പറഞ്ഞു വരുന്ന സംഭവം കേട്ടോ. അപ്പുറത്ത് മുബീന ചോറ് അവിടെ റെഡിയാക്കുന്നുണ്ട്. അവൾ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ആവട്ടെ, സമയം ആവട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കൊണ്ട് നമ്മളെ എല്ലാ കൊല്ലം മുബീന ഇപ്പോൾ ഈ കൊല്ലം ഫസ്റ്റ് നമുക്ക് ഈ വർഷമാണല്ലോ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് എല്ലാ കൊല്ലം നമ്മളെ സായിത്ത നമ്മളെ ഷംനാസിൻ്റെ വീട്ടിൽ നിന്നും ഒക്കെ ആയിട്ട് നമ്മളെ ചങ്ക്. അപ്പോൾ അവർ നമുക്ക് എപ്പോഴും കൊണ്ടുതന്നെയാണ്. അതുപോലെ തന്നെ വേറൊരാളും ഉണ്ട്, ഖദീജ എന്നും പറഞ്ഞു. പക്ഷേ അവരോട് പിന്നെ ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരുന്നതുകൊണ്ട് പിന്നെ എനിക്ക് ഉച്ചക്ക് പോകാനൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു ഇന്ന് എന്തായാലും അവിടെ ഇരിക്കട്ടെ, നമുക്ക് പിന്നെ ഒരു ദിവസമാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് എന്തായാലും നമ്മളെ ബിരിയാണി ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ വരുന്നത് ഇപ്പോൾ ഒരാൾ വരുന്നുണ്ട് കേട്ടോ. അവിടെ ഞാൻ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഒരാൾ അവിടെ നിന്ന് ഒറ്റക്ക് പുള്ളിക്കാരത്തേക്ക് തന്നെ ചെറുതിന് തന്നെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു ചോറ്. അപ്പോൾ അതുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ, നമ്മളെ എന്താ പറയുക അയൽവക്കത്തു നിന്നും ഒക്കെ അല്ലേ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് എല്ലാവരും ഇന്ന് പെരുന്നാൾ ആഘോഷിക്കണം. മൊത്തത്തിൽ ഇന്ന് പെരുന്നാൾ ആഘോഷിക്കണം അല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങളും ആഘോഷിക്കുന്നു. എന്തായാലും കുറച്ച് വിശേഷങ്ങളൊക്കെ പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ ഞങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടു പെരുന്നാളായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഒരാൾ വരുന്നുണ്ട് കേട്ടോ. ഒരാൾക്ക് ഒറ്റക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം ആരും കൂടെ പറ്റില്ല പോലും. അപ്പം ഞാൻ അങ്ങോട്ട് പോയി മേടിക്കാൻ എന്നിട്ട് അതും പറ്റൂല എന്നാ പറഞ്ഞത്. വാ ഇങ്ങോട്ട് വാ, നമ്മളെ ഷംനാസിൻ്റെ ചെറുതാന്ന്. ആയി വാ കൊണ്ട. പിന്നെ അത് നിൽക്ക് പെരുന്നാളിൻ്റെ കുപ്പായാലൊന്നും കാട്ടെ, ആ ക്ലാസ്സിലൊന്ന് വെച്ചേ, കൂളിംഗ് ക്ലാസ്സിലൊന്ന് വെച്ചേ. അമ്മ ചീരിയൽ നോക്കുക. എവിടെ ചേച്ചിയോ? അയ്യവാ എൻ്റെ മോനെ പൊളി. അപ്പം എന്താ പറയണ്ടേ, ഞാനെന്താ പറയണ്ടേ, പെരുന്നാൾ ആശംസകൾ മാത്രം കേട്ടാ. ഓ ഈദ് മുബാറക്. ശരിയാണ് കേട്ടാ. ഹായ് ഹായ്, ഇത് നമ്മളെ മർജാനുണ്ട് അല്ലേ. ഹായ്. ഇപ്പം രണ്ടാളും കൂടി വന്നല്ലേ. ഇതെങ്ങനെ പിടിച്ച് വെയിറ്റ് ഇല്ലേ, ചൂടില്ലേ? രണ്ടാളെ കൂടെ ഒരാ ഇവിടെ നിൽക്കുന്ന ബാ, വെള്ളം കുടിച്ചിട്ട് പോവാ. ബാ കയറ്. അയ്യോടാ മുട്ടായി ഒന്നും ഇല്ല തരാൻ വേണ്ടിയിട്ട്. അയ്യോ വീടില്ലേ. ടാറ്റ 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 ടാറ്റ. അപ്പം നമ്മളെ ബിരിയാണി ഇവിടെ ഫസ്റ്റ് എത്തിയിരിക്കുന്നു. ഇത് ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ, പൊളിക്കാം നമുക്ക്. ഇരിക്കട്ടെ, ഇതിലെന്തോ ഇട്ടോ ഇവിടെ തണുത്തതാന്ന് തോന്നട്ടാ. കസ്റ്റേർഡ് എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം. അടുത്തത് നമ്മളാ ചൂടോടെ ബിരിയാണി. ബിരിയാണി നോക്കട്ടെ. മുബീനെ ഇതാടി നിന്റെ എത്രയോ മുന്നേ ഞങ്ങൾ പൊട്ടിച്ചിട്ടുണ്ട്. പോളി. എനിക്ക് മസാല ഉള്ള ബിരിയാണി ഇഷ്ടമെന്ന് പറഞ്ഞുകൊണ്ട് ശബ്ദപ്പെട്ട് പ്രത്യേകിച്ച് മസാല ആക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് കേട്ടാ. ഇത് കച്ചമ്പർ. അപ്പം നമ്മളിത് പൊളിക്കാം, അടിക്കാം. കസ്റ്റഡ് അടുത്ത സാധനം ഒന്നും എടുക്കല്ലോ, അടിയാണ് ഇവിടെ. ഇത് ആദ്യം നമ്മൾ ട്രൈ ചെയ്യട്ടെ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കസ്റ്റേർഡ് അല്ലേ. ഇത്തിരി ഗ്ലാസ് വയ്ക്കട്ടെ. അതാ കസ്റ്റേർഡ് അടിപൊളി കേട്ടെ. ഇത് ഒളിച്ച് കണ്ട എല്ലാ കാര്യമുണ്ടോ, ഒരു ഷർട്ട് ഇട്ടാ പോലെ. അപ്പം നമ്മളെ ബിരിയാണി ഇതാ ഇങ്ങനെ പൊക്കാണ്. മസാല നല്ല അടിപൊളിയാട്ടാ, നല്ല സൂപ്പർ ബിരിയാണി. അപ്പം ആദ്യത്തെ ബിരിയാണി ഇതാ നമ്മളിങ്ങനെ പൊളിച്ചു. നല്ല ബിരിയാണി കാണുന്നുണ്ടോ? ഇതാണ് നമ്മളെ ഷംനാസിൻ്റെ സായിത്താൻ്റെ വീട്. ഇതായിട്ടാ ഇതാ ഇവിടെ നിന്നാണ് ഞങ്ങൾ ബിരിയാണി വന്നത്. ഒരെണ്ണത്തിന് പുറത്ത് കാണുന്നില്ല. പിന്നെ അതാ നമ്മളെ മുത്ത് ചങ്കിൻ്റെ വീട്. ഇതാ ഇവിടെ മുബീന ഒന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങണം. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ ഇതാ എന്നെ അങ്ങോട്ടേക്ക് വിളിച്ചിട്ടാണുള്ള കേട്ടാ. അതുകൊണ്ട് ഇനി അടുത്തത് നമ്മളെ മുബീനൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോകണം. ഞാൻ അവളോട് ചോദിച്ചു ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നിന്നോ, പെരുന്നാളിൻ്റെ ഡ്രസ്സൊക്കെ കിട്ടുമോ എന്നൊക്കെ ചോദിച്ച് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് വേണം ഒന്ന് അങ്ങോട്ടേക്ക് കിടക്കാൻ വേണ്ടി.
നമ്മളെ മിന്നൂട്ടീനെയും കാണണമല്ലോ നമുക്ക്. മിന്നൂട്ടി രാവിലെ തന്നെ ഉപ്പാൻ്റെ വീട്ടിലോട്ട് ഉമ്മാമാൻ്റെ വീട്ടിലോട്ട് ഉമ്മാമാനെ കാണാൻ അങ്ങനെ എന്തോ പോയിട്ടാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണണം, എല്ലാവരും വന്നിട്ട് വേണം അങ്ങോട്ട് ഇറങ്ങാൻ. അപ്പോൾ ഇന്നെന്തായാലും ഞാനിങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുക കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ലൊരു അയൽവക്കും നല്ല സൗഹൃദങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതാ പെരുന്നാളിൻ്റെ ദിവസം നമുക്കും ഇതുപോലെ അടിച്ചു പൊളിച്ചിങ്ങനെ ഇരിക്കാം. നമുക്കും പെരുന്നാൾ മൊത്തത്തിലെല്ലാം പെരുന്നാൾ തന്നെ അല്ലേ. ആഘോഷങ്ങളെല്ലാവർക്കും ഒരുപോലെ തന്നെ, അതെല്ലാവരും ആഘോഷിക്കണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടുകൂടി. അതൊക്കെയല്ലേ നമുക്ക് ബാക്കി ഉണ്ടാവും അല്ലേ. സത്യം. വേണ്ട 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 ഇതാ വന്നിട്ട് നമ്മൾ നെക്സ്റ്റ് അത് മേടിക്കടാ മേടിക്ക് നെക്സ്റ്റ് എടാ അങ്ങനെ അങ്ങ് പോലടാ മുത്ത. നീ എന്ത് പോക്കടൻ്റെ ഉമ്മ ഞാൻ അങ്ങോട്ട് വരുന്നാറാ എടാ അവ പോയി അവര് നാണക്കേട് അല്ല. എന്ത് നമ്മളെ ബിരിയാണി ഇതാ അടിപൊളിയായിട്ട് ഇതാ ഉള്ളിയൊക്കെ ഇട്ടിട്ട് നല്ല ദമ്മിട്ട് ഇതിനകത്ത് തന്നെ ദമ്മിട്ടാന്ന് തോന്നിട്ട് അവള് പൊക്ക് പൊക്ക് പൊക്കടാ തൊട്ടാ പൊക്ക് പൊക്ക്. ഓ എൻ്റെ അമ്മേ പൊക്കണില്ലാതെ ഓടുന്ന നന്ദു ഓടുന്ന ഇതാ അപ്പുറം ഉണ്ട്. നന്ദു അപ്പുറത്ത് നോക്ക് 2 ബിരിയാണി നോക്ക്. ഇത് നമ്മുടെ ബീനമുത്തിന്റെ ബിരിയാണി സായിത്താൻ്റെ ഷംനാസിനാണ് എന്താണെന്ന് എനിക്കറിയില്ല. അവർ ഉമ്മയും മോളുമാണ് അതുകൊണ്ട് കുഴപ്പമില്ല. അവരെ ബിരിയാണി ഇതാ എങ്ങനെയുണ്ട് പൊളിച്ചില്ലേ. അവരൊന്ന് പച്ചക്കെടുത്ത് തിന്നിരിക്കുകയാണ് കേട്ടാ. അത് നിറച്ചിട്ടുണ്ടായിരുന്നു. അത് തിന്നിട്ട് കുറച്ച് പകുതിയാക്കി വെച്ച് നന്ദുവിനൊക്കെ വിശപ്പാണ് കേട്ടോ. അപ്പൊ രണ്ടാമത്തെ പൊട്ടിക്കാണ്. ഇന്ന് മാത്രമല്ല നാളെ ഉണ്ടാവും ഇതിന്റെ ഭാഗം. അപ്പൊ ഇത് കിട്ടുന്നില്ല ചേട്ടാ. മുബീന അടിപൊളി. നല്ല സ്മെല്ലുണ്ട്, നല്ല സ്മെല്ലുണ്ട്, നല്ല മണമുണ്ട്. ഗുണമില്ലെങ്കിൽ നിന്നെ അവിടെ വന്നാൽ അടിക്കുമെന്ന് നോക്കിയാ തൊട്ടാ അങ്ങനെയുണ്ട്. ആ കസ്റ്റേർഡ് കൊണ്ട് വീണ്ടും സാലി ഇത് എന്നെ അങ്ങോട്ട് വരാൻ വിടൂല. നിങ്ങൾ ഇങ്ങോട്ട് വരില്ല. കസ്റ്റേർഡ് അല്ലേ എടാ. നമ്മളെ സാലിയെല്ലാം എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടില്ലേ, ഗ്ലാമർ ആയിട്ടില്ലേ? ഇതാ ലുക്കെല്ലാം നോക്കുക. അയ്യവാ തുറന്ന കസ്റ്റേർഡ് തുറന്ന. ആ ഇതാ വീണ്ടും കസ്റ്റേർഡ്. നമ്മളെ മുബീനൻ്റെ വക കസ്റ്റേർഡ്. അയ്യവാ കഴിക്കുക. അയ്യവാ ഇതൊരു ടേസ്റ്റ് ആട്ടാ. ഇത് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക്. അത് കാണുന്നുണ്ട്. താങ്ക് യു മുബീന, താങ്ക് യു ഷംന, താങ്ക് യു സാഹിത്യ എങ്ങാനിത് കേട്ടിട്ടുണ്ടെങ്കിൽ അവക്ക് താങ്ക് ചെയ്ത് കൊടുക്കണ്ട. ഞാനാണെന്ന് പറയും ചിലപ്പോൾ. എനിക്കറിയില്ല കേട്ടോ. അവരും മെമ്മോളുമാണ്. അപ്പോൾ അവരെന്താണെന്ന് വെച്ചാൽ അവർ തമ്മിലത് തീരുമാനിച്ചെടുത്തോട്ടെ. എന്തായാലും ഞങ്ങൾ ഹാപ്പി, എല്ലാവരും ഹാപ്പി. അപ്പോൾ എന്നെ ഇപ്പോൾ ഒരാളതാ ഇപ്പോഴാണ് കിട്ടിയത് കേട്ടോ. എൻ്റെ മിന്നുവിനെ ഞാൻ നേരത്തെ അന്വേഷിക്കുന്നത്. എന്താ എല്ലാവരോടും എന്ത് പെരുന്നാൾ ആശംസകളൊക്കെ പറഞ്ഞു കൊടുത്തേ? പറയുന്നില്ല. മിന്നുവിന് കുറേ ഫാൻസൊക്കെ ഉള്ളതാണ്. ബാ എന്നെ വന്ന് വിളിക്കാൻ വന്നതാണ് കേട്ടോ. എന്തിനാണെന്നറിയോ? അവിടെ കുറേ ടീം വന്നിട്ടുണ്ട് മിന്നുവിൻ്റെ വീട്ടിൽ നിന്ന് അല്ലേ. ഫോട്ടോ എടുക്കാനൊക്കെ വിളിക്കാൻ വന്നത് അല്ലേ. അപ്പം ഞങ്ങൾ ഇതാ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വരട്ടെ. മിന്നു എല്ലാവരോടും പറ ഈദ് മുബാറക്ക് എന്ന് പറ. ആ അപ്പം ഇതാ മിന്നുവിൻ്റെ വീട്ടിലോട്ട്. എന്താ പ്രശ്നമുണ്ടാ? ബിനാൻ്റെ അടുത്ത് വന്നിട്ട് ബിനാൻ്റെ താത്തമാരൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷെ അവരൊന്നും അങ്ങോട്ട് അടുക്കുന്നില്ല വീഡിയോ ആയിട്ട്. അപ്പം നമ്മളെന്തായാലും ഇതടുക്കല്ലേ ഒന്നും കാണുന്നൊന്നുമില്ല. എന്നാലും പെരുന്നാളിൻ്റെ കോടി അല്ലേ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇതൊക്കെ വീഡിയോ വരുമ്പോൾ കാണും കേട്ടോ. അവിടെ ഉണ്ടായാലും ഈ ദിവസങ്ങളൊക്കെ ഞങ്ങൾ അങ്ങനെയൊക്കെയാണ്. ഇനി ഇവിടെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം അല്ലേ. പറയാനില്ല, നിനക്കൊന്നും പറയാനില്ല. പെരുന്നാൾ ആശംസകളൊന്നും പറഞ്ഞിട്ടില്ല നമ്മളെ. ആ അത്രേ വേണ്ടു. അപ്പൊ ഒന്ന് എടുത്ത ഫോട്ടോ എടുത്ത് പരിപാടിയൊക്കെ. മിന്നൂസിന്റെ ഫോട്ടോ എടുത്തിട്ടില്ല കേട്ടാ. മിന്നൂസിന് ഇഷ്ടംപോലെ ഫാൻസ് ഒക്കെ ഉള്ളതാ. മിന്നൂസിന് എത്ര ആൾക്കാർ ചോദിക്കുന്നുണ്ടെന്ന് അറിയോ? മിന്നിനെ കൂടി ഞാൻ നേരത്തെ ഇതും പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് കുറച്ച് പെരുന്നാൾ കുശലൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഞങ്ങളിതാ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു പെരുന്നാൾ വ്ളോഗ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം.